ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെനില ഐസ്ക്രീമാണ്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഈ ഒരു ഐസ്ക്രീമിന്. അതുപോലെ ഇതിനകത്ത് നമ്മൾ വെറും 3 ചേരുവകൾ ചേർത്താണ് ഈ ഒരു ഐസ്ക്രീം ചെയ്തെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്യുവർ മിൽക്ക് ക്രീമാണ്. ഇതിൻ്റെ അകത്ത് 30% പ്യുവർ മിൽക്ക് ഫാറ്റാണുള്ളത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹെവി ക്രീം എടുക്കുമ്പോഴായിരിക്കും കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ ക്രീമി ആയിട്ട് കിട്ടുന്നത്. ഇത് 250 ml ഒരു പാക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നോൺ ഡയറി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം, അതുപോലെ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ഫ്രീസറിൽ 2-3 മണിക്കൂർ വെച്ച് തണുപ്പിച്ചിട്ട് അതിൻ്റെ മേലെയുള്ള ക്രീം എടുക്കണം. ഇപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ 250 ml എന്ന് പറയുമ്പോൾ 1 കപ്പാണ്. ഇത് നന്നായിട്ട് ഫ്രീസറിൽ 30 മിനിറ്റ് വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹാൻഡ് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്രീം അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഇതൊന്ന് അടിച്ചെടുക്കേണ്ടത്. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്ത് ക്രീമി ആകുന്നിടം വരെ നന്നായിട്ട് ഇതുപോലെ മിക്സിയിലാണെങ്കിലും ബീറ്റർ വെച്ചാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടെക്സ്ചർ ആകുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഐസ്ക്രീമിന് നല്ലൊരു മധുരവും ഒക്കെ കൊടുക്കും, ടേസ്റ്റും ഒക്കെ കൊടുക്കുന്ന ഈ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നിടം വരെ ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. അപ്പോൾ മിക്സിയിലാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഇതുപോലെ മിക്സ് ആകുന്നിടം വരെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നന്നായിട്ടൊരു ക്രീമി ആയിട്ട് നല്ലൊരു ടെക്സ്ചറായിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ബ്ലേഡിലുള്ള ആ ക്രീമും കൂടി ഇതിൻ്റെ അകത്തിലേക്കൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഒരു സ്പാറ്റില ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെയുള്ള ക്രീമൊന്ന് എടുക്കാം. ഇനി നമുക്കിത് ഒരു ഫ്രീസർ സേഫ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്ലാസ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഫ്രീസർ സേഫ് ആയിട്ടുള്ള ഡബ്ബയിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ മേലെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം 8 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പം 8 മണിക്കൂർ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും വേണം ഇത് ഐസ്ക്രീം ഒന്ന് സെറ്റായി കിട്ടാൻ. അപ്പോൾ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഐസ്ക്രീം സ്കൂപ്പർ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പം സ്കൂപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ക്രീമിയാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.